തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ച് VBG റാംജി പദ്ധതി നിലവിൽ വരുമ്പോൾ ഈ മേഖലയിൽ പണിയെടുക്കുന്നവർ വലിയ ആശങ്കയിലാണ്. സംസ്ഥാന സർക്കാർ നഗരമേഖലയിൽ നടപ്പിലാക്കി വരുന്ന അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയെ ഏതാണ്ട് പൂർണ്ണമായും കഴിഞ്ഞ സംസ്ഥാന ബജറ്റിൽ അവഗണിച്ചിരുന്നു. വരുമാന മാർഗം തന്നെ നിലയ്ക്കുന്ന അവസ്ഥയിലാണ് പല തൊഴിലുറപ്പ് തൊഴിലാളികളും. സംസ്ഥാന സർക്കാർ മുൻകൈയെടുത്ത് നഗരമേഖലയിൽ നടപ്പാക്കുന്ന അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയെ പൂർണ്ണമായി ബഡ്ജറ്റിൽ ഇത്തവണ അവഗണിച്ചിരിക്കുകയാണ്. തദ്ദേശ സ്ഥാപനങ്ങൾ സ്വന്തം നിലയ്ക്ക് തനത് ഫണ്ട് ഉപയോഗിച്ചാൽ വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാകും. 7.2 കോടി രൂപയുടെ പദ്ധതി ഇത്തവണ വെച്ചിട്ടുണ്ടെന്നും പുതിയ സാഹചര്യത്തിൽ തുക ലഭിക്കുന്നതിനുള്ള പ്രതിസന്ധികളുണ്ടെന്നും കോഴിക്കോട് ഡെപ്യൂട്ടി മേയർ ഡോക്ടർ S. ജയശ്രീ ടീച്ചർ പറഞ്ഞു. 7.7 കോടി രൂപയുടെ പദ്ധതി 1.26 ലക്ഷം തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ പദ്ധതി വെച്ചിട്ടുണ്ട്. പക്ഷേ ആ പദ്ധതിക്ക് സാധാരണഗതിയിൽ അതിൻ്റെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിയുമ്പോൾ സ്റ്റേറ്റിൽ നിന്ന് നമുക്ക് ഫണ്ട് കിട്ടിയിരുന്നു. പക്ഷെ ഇപ്പോൾ അതിനി എങ്ങനെ വരുമെന്നുള്ളത് പറയുന്നതിന് പ്രയാസമുണ്ട്. കാരണം റൂറൽ ഏരിയയിലുള്ള MGNRE UGS എന്ന പദ്ധതി മാറ്റി VBG റാം എന്ന പദ്ധതിയിലേക്ക് മാറുമ്പോൾ സ്റ്റേറ്റിൻ്റെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അലോട്ട്മെൻറ്റ് 60% ഉണ്ടെങ്കിൽ പോലും അത് വേതനത്തിനും മറ്റ് അവരുടെ സാമഗ്രികൾ വാങ്ങുന്നതിനും ഒന്നിച്ചുള്ള തുക 40% സ്റ്റേറ്റ് വഹിക്കേണ്ടതുണ്ട്. ആകെയുള്ള വരുമാന മാർഗം നഷ്ടപ്പെടുമോ എന്നുള്ള ആശങ്കയിലാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ. ഭർത്താക്കന്മാർക്കൊക്കെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ കിട്ടിയിട്ട് കഴിയുന്ന ആളുകളാണല്ലോ. അപ്പോൾ അതിനെക്കൊണ്ട് ഞങ്ങൾക്ക് ഒന്ന് പൈസ വർദ്ധിപ്പിച്ച് തരിക. ഞങ്ങൾക്ക് കിട്ടുന്ന വരുമാനം വളരെ കുറവാണല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്ന് കൂട്ടി തന്നിക്കാണെങ്കിൽ വലിയ ഉപകാരം. സുഖമില്ലാത്ത ആളാണ്. സുഖമില്ലാതെ ഇന്നാള് തീരെ വയ്യാതിരുത്തി. ഇത് ഈ ഒരു വരുമാന മാർഗം അടഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. കഴിഞ്ഞ വർഷം പണിയെടുത്താണ്. പിന്നെ വെട്ടിച്ചൊരുക്കുന്നൊക്കെ പറയുന്നത് കേൾക്കുന്നതല്ലാണ്ട് എനിക്കറിയില്ല. ഇപ്പം പിന്നെ പണി ഉണ്ടാവില്ലല്ലോ. സ്ത്രീകൾക്ക് ഒരു പൈസക്ക് വേണ്ടിയിട്ട് ആരുടെ കയ്യിൽ നീട്ടാൻ പോകണ്ടല്ലോ. കുറേ ഇപ്പം പണിയില്ലായിട്ട് ഇപ്പോൾ 2 ആഴ്ച പണിയില്ലാതെ 100 പ്രവൃത്തി ദിനങ്ങൾ പൂർത്തിയാക്കിയ എല്ലാ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും ഗ്രാമനഗര വ്യത്യാസമില്ലാതെ ഓണം പ്രമാണിച്ച് 1000 രൂപ കഴിഞ്ഞ സർക്കാർ ഉത്സവ ഭത്തയായി നൽകിയിരുന്നു. ഇതും ഇനി നൽകുമെന്ന് തൊഴിലാളികൾക്ക് യാതൊരു പ്രതീക്ഷയുമില്ല. കൈരളി ന്യൂസ്, കോഴിക്കോട്.